ടു ട്രിക്കി PSC. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രൂപങ്ങൾ എന്ന മേഖലയിൽ നിന്നുള്ള ക്ലാസ് ആണ്. ഓക്കെ, സാധാരണ PSC പരീക്ഷയ്ക്ക് ഒരു ചോദ്യം, കണക്കിൽ ഒരു ചോദ്യം എന്തായാലും രൂപങ്ങൾ, അതായത് ത്രികോണം, വൃത്തം, ചതുരം, ഇതിൽ നിന്ന് ഒന്നുകിൽ വിസ്തീർണം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ വ്യാപ്തം കണ്ടുപിടിക്കാനോ അങ്ങനെ ചോദ്യങ്ങൾ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോരോ രൂപങ്ങളായിട്ട് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ത്രികോണമാണ്. ഓക്കെ, ത്രികോണത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ആൻസർ കിട്ടാറില്ല, ചിലപ്പോൾ നമ്മളത് വിട്ടങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി അതൊന്നും വേണ്ടി വരില്ല. ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ത്രികോണം എന്ന മേഖലയിൽ നിന്ന് ഏതൊരു ചോദ്യം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് സുഖമായിട്ട് ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളുടെ ഒരു മാർക്ക് എന്തായാലും നഷ്ടപ്പെടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കാണുക. ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുമ്പ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരുപാട് PSC വീഡിയോകളാണ് ഇടുന്നത്. അതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ബെൽ ഐക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാം. ശ്രദ്ധിക്കൂ, ത്രികോണം എന്താണ്? ത്രികോണം പേര് പോലെ തന്നെ 3 വശങ്ങളുള്ള ജാമിതീയ രൂപമാണ് എന്തെന്ന് പറയുന്നത്? ത്രികോണം എന്ന് പറയുന്നത്. ഓക്കെ, 3 വശങ്ങളുള്ള ഒരു ജാമിതീയ രൂപമാണ് ത്രികോണം എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ ബേസിക് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 3 വശങ്ങളുണ്ട്, അതുപോലെ തന്നെ 3 കോണുകളുമുണ്ട്. ത്രികോണത്തിന് 3 വശങ്ങളുണ്ട്, അതുപോലെ തന്നെ 3 കോണുകളുണ്ട്. ത്രികോണം എന്നാണ്, അതായത് 3 കോണുകളാണ് ത്രികോണത്തിന് ഉള്ളത്. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടിയാൽ കിട്ടുന്ന തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതിൽ മാറ്റമൊന്നുമില്ല, ഫിക്സഡ് ആണ്. ഒരു ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടിയാൽ കിട്ടുന്ന തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? വളരെ ബേസിക് ആയിട്ട് നമ്മൾ ഇപ്പോഴും അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം തെറ്റിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇത് വളരെ ബേസിക് ആണ്. അതായത് ഏതൊരു ത്രികോണമായാലും അതിൻ്റെ 3 കോണുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 180 ഡിഗ്രി. ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി, 180 ഡിഗ്രിയാണ്. ക്ലിയർ ആണല്ലോ? നമ്മൾ വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ഇത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കൂ, ത്രികോണം പല വിധത്തിലുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കുന്ന ത്രികോണമാണ് മട്ടത്രികോണം. എന്താണ് മട്ടത്രികോണത്തിന്റെ പ്രത്യേകത? ആദ്യം നമുക്ക് എല്ലാ ത്രികോണങ്ങളും ഒന്ന് പറഞ്ഞു പോകാം, അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം കേട്ടോ. അപ്പൊ മട്ടത്രികോണം എന്താണ്? മട്ടത്രികോണത്തിന്റെ പ്രത്യേകത, മട്ടത്രികോണത്തിലെ ഒരു കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഓക്കെ, ഒരു കോൺ 90 ഡിഗ്രി ആയിട്ടുള്ള ത്രികോണമാണ് എന്തെന്ന് പറയുന്നത്? മട്ടത്രികോണം എന്ന് പറയുന്നത്. ഓക്കെ, മട്ടത്രികോണം, മട്ടകോൺ എന്താണ്? ഒരു കോൺ 90 ഡിഗ്രി ആയിട്ടുള്ള ത്രികോണമാണ് ഇതെന്ന് പറയുന്നത് മട്ടത്രികോണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ത്രികോണമാണ്, ഞാൻ വെറുതെ വരച്ചു, എന്നാലും ശ്രദ്ധിച്ചോളൂ. 2 വശങ്ങൾ തുല്യമായ ത്രികോണം. എന്താണ്? 2 വശങ്ങൾ തുല്യമായ ത്രികോണത്തെ നമ്മൾ പറയുന്നു സമപാർശ്വ ത്രികോണം. എന്താണ്? സമപാർശ്വ ത്രികോണം. 2 വശങ്ങൾ തുല്യമായ ത്രികോണത്തിന് പറയുന്ന പേരാണ് സമപാർശ്വ ത്രികോണം. ഇംഗ്ലീഷിൽ ഐസോസിൽസ് ട്രയാങ്കിൾ എന്നാണ് സമപാർശ്വ ത്രികോണത്തെ പറയുന്നത്. ഓക്കെ, എന്താണ്? ഐസോസിൽസ് ട്രയാങ്കിൾസ്. മട്ടത്രികോണത്തിനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. മറ്റൊരു ത്രികോണം നമുക്ക് പഠിക്കാനുള്ളത് 3 വശങ്ങളും തുല്യമായ ത്രികോണം. സമപാർശ്വ ത്രികോണം എന്തായിരുന്നു? 2 വശങ്ങൾ തുല്യമായ ത്രികോണമാണ് സമപാർശ്വ ത്രികോണം. എന്നാൽ 3 വശങ്ങളും തുല്യമായ ത്രികോണമാണ് ഇതെന്ന് പറയുന്നത് സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ 3 ത്രികോണങ്ങൾ: മട്ടത്രികോണം, സമപാർശ്വ ത്രികോണം, സമഭുജ ത്രികോണം. ഒരു കോൺ 90 ഡിഗ്രി ആയിട്ടുള്ള ത്രികോണമാണ് മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. 2 വശങ്ങൾ തുല്യമായിട്ടുള്ള ത്രികോണമാണ് സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിൽസ് ട്രയാങ്കിൾ. 3 വശവും തുല്യമായ ത്രികോണമാണ് സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ത്രികോണം എന്ന മേഖലയിൽ നിന്നും PSC ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും, അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ക്ലാസ് റെഡിയാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. LGS പോലുള്ള
പരീക്ഷയ്ക്ക് കണ്ടുവരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ത്രികോണം എ ബി സിയിൽ കോൺ എ സമം 70 ഡിഗ്രി, കോൺ ബി സമം 80 ഡിഗ്രി ആയാൽ കോൺ സി എത്ര? അതായത് ത്രികോണം എ ബി സി. ഓക്കെ, കോൺ എ എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. അതുപോലെ കോൺ ബി എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. അങ്ങനെയായാൽ കോൺ സി എത്ര? എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, ഒരു ത്രികോണത്തിലെ 3 കോണുകളും കൂടി കൂട്ടിയാൽ കിട്ടുന്ന തുക എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടി കിട്ടിയാൽ കിട്ടുന്ന തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഇവിടെ 2 കോണുകൾ തന്നിട്ടുണ്ട്, മൂന്നാമത്തെ കോണാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? ഈ 2 കോണുകൾ തമ്മിൽ കൂട്ടി അത് ഈ 180ൽ നിന്നും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. അതായത് കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രിയാണ്. 3 കോണുകൾ കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി. കോൺ എ എന്ന് പറയുന്നത് 70, കോൺ ബി എന്ന് പറയുന്നത് 80, കോൺ സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സമം 180 ഡിഗ്രി. 70ഉം 80ഉം 150 പ്ലസ് കോൺ സി സമം 180 ഡിഗ്രി. സോ കോൺ സി എന്ന് പറയുന്നത് 180 മൈനസ് 150, ആൻസർ 30 ഡിഗ്രിയാണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മളിവിടെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടിയാൽ കിട്ടുന്ന തുക എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കൂ. ത്രികോണം പി ക്യു ആറിൽ കോൺ പി സമം 30 ഡിഗ്രി, കോൺ ക്യു സമം 60 ഡിഗ്രി ആയാൽ കോൺ ആർ എത്ര? എങ്ങനെയാണ്? ത്രികോണം പി ക്യു ആർ, അതിൽ കോൺ പി എന്ന് പറയുന്നത് 30 ഡിഗ്രി, കോൺ ക്യു എന്ന് പറയുന്നത് 60 ഡിഗ്രി. കോൺ ക്യു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് കോൺ പി പ്ലസ് കോൺ ക്യു പ്ലസ് കോൺ ആർ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. കോൺ പി എന്ന് പറയുന്നത് 30ഉം കോൺ ക്യു എന്ന് പറയുന്നത് 60ഉം കോൺ ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 30ഉം 60ഉം 90 പ്ലസ് കോൺ ആർ സമം 180 ഡിഗ്രി. സോ കോൺ ആർ എന്ന് പറയുന്നത് 180 മൈനസ് 90, ഉത്തരം 90 ഡിഗ്രിയാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഒരേപോലത്തെ 2 ചോദ്യങ്ങൾ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ത്രികോണത്തിലെ 3 കോണുകൾ തമ്മിൽ കൂട്ടിയാൽ ഉത്തരം എത്രയാണ് വരുന്നത്? 180 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കൂ. ഈ ചോദ്യം നമ്മൾ എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യമാണ്. ശ്രദ്ധിക്കൂ. താഴെ പറയുന്നവയിൽ ഒരു ത്രികോണത്തിന്റെ വശങ്ങളാകാൻ സാധ്യതയുള്ളതേത്? ഓക്കെ, താഴെ പറയുന്നവയിൽ ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ ആകാൻ സാധ്യതയുള്ളത് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ചെറിയ 2 വശങ്ങൾ തമ്മിൽ കൂട്ടുന്നത് വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. ഓക്കെ, ഇപ്പൊ ചെറിയ 2 വശങ്ങൾ കൂട്ടി കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. ആ കാര്യമാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. എന്താണ്? ചെറിയ വശങ്ങളുടെ തുക എന്ന് പറയുന്നത്, ചെറിയ വശങ്ങളുടെ തുക എന്ന് പറയുന്നത് വലിയ വശത്തിനേക്കാൾ കൂടുതലായിരിക്കണം. ക്ലിയർ ആണല്ലോ? അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ബേസിക് കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. ഇവിടെ ചെറിയ 2 വശം എന്ന് പറയുന്നത് 2ഉം 3ഉം ആണ്. 2 പ്ലസ് 3 5. ഈ 5 എന്ന് പറയുന്നത് 7നേക്കാൾ കുറവാണ്. സോ ഇത് ഒരു ത്രികോണം അല്ല. കാരണം ചെറിയ വശങ്ങളുടെ തുക എന്ന് പറയുന്നത് വലിയ വശത്തേക്കാൾ കൂടുതലാവണം, എന്നാലേ ത്രികോണത്തിന്റെ വശമാവുള്ളൂ. നോക്കൂ, 3ഉം 1ഉം 1 പ്ലസ് 3 സമം 4. 4 എന്ന് പറയുന്നത് വലിയ വശത്തിന് ഈക്വൽ ആണ്. സോ ഇതും ഒരു ത്രികോണത്തിന്റെ വശം അല്ല എന്ന് തന്നെ നമുക്ക് പറയാം. സോ ഇതൊരു ത്രികോണത്തിന്റെ വശം അല്ല. അടുത്ത ഓപ്ഷൻ നോക്കൂ, ഓപ്ഷൻ സി. ഇവിടെ ചെറിയ വശം എന്ന് പറയുന്നത് 10ഉം 6ഉമാണ്. 10 പ്ലസ് 6 സമം 16. അത് വലിയ വശത്തേക്കാൾ കൂടുതലാണ്. സോ ഇത് എന്ന് പറയുന്നത് ഒരു ത്രികോണത്തിന്റെ വശമാണ്. മനസ്സിലായോ? ചെറിയ വശങ്ങളുടെ തുകയായ 16 വലിയ വശത്തേക്കാൾ കൂടുതലാണ്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷനും കൂടി നോക്കാം. ഇവിടെ ചെറിയ വശം എന്ന് പറയുന്ന 6 ആണ്. 6 ഈക്വൽ ടു 6 ആണ് വരുന്നത്. സോ ഇതും ഒരു ത്രികോണത്തിന്റെ വശങ്ങളല്ല. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ചെറിയ വശങ്ങളുടെ തുക എന്ന് പറയുന്നത് വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ത്രികോണത്തിന്റെ
ത്രികോണത്തിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ LDC പോലുള്ള പരീക്ഷയ്ക്കൊക്കെ ഏരിയ കണക്കാക്കാൻ വരും അല്ലെ, വിസ്തീർണം. ഓക്കെ, ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം കണക്കാക്കാൻ വരും. അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പൊ വിസ്തീർണം കണ്ടുപിടിക്കാൻ പല മെത്തേഡ്സ് ഉണ്ട്. നമ്മുടെ ചോദ്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് മെത്തേഡാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ ചിലപ്പോൾ എന്താണ് പാദം തരും, ഉന്നതി തരും, അല്ലെങ്കിൽ 3 വശങ്ങൾ തരും. അങ്ങനെ ഇപ്പൊ എന്താണോ തന്നിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ ബേസിക് ആയിട്ട് ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതെന്നും വരാവുന്ന ഒരു ചോദ്യം നോക്കാം. ശ്രദ്ധിക്കൂ. ഒരു ത്രികോണത്തിന്റെ പാദം 5 സെന്റിമീറ്റർ, ഉന്നതി 10 സെന്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്ര? എങ്ങനെയാണ് ചോദ്യം? ഒരു ത്രികോണത്തിന്റെ പാദം 5 സെന്റിമീറ്ററും ഉന്നതി 10 സെന്റിമീറ്ററും ആയാൽ വിസ്തീർണം എത്ര? ഓക്കെ, അപ്പൊ എന്താണ് വിസ്തീർണം? ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പറയും? ഏരിയ എന്ന് പറയും അല്ലെ. ഓക്കെ, ഏരിയ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ഒരു ത്രികോണത്തിന്റെ പാദം എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ഉന്നതി എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ത്രികോണത്തിന്റെ പാദം എന്ന് പറയുന്നത് അതിന്റെ ഒരു വശം. ഓക്കെ, പാദം എന്ന് പറയുന്നത് അതിന്റെ ഒരു വശമാണ്. ഓക്കെ, ആ പാദം എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഉന്നതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാദത്തിന് എതിർവശത്തുള്ള കോണിൽ നിന്നും പാദത്തിലേക്ക് ലംബമായി വരയ്ക്കുന്ന രേഖയാണ് ഉന്നതി. എങ്ങനെയാണ്? പാദത്തിന് എതിർവശത്തുള്ള കോണിൽ നിന്നും, അപ്പൊ ഈ കോണാണ് പാദത്തിന് എതിർവശത്തുള്ള കോണിൽ നിന്നും പാദത്തിലേക്ക് ലംബമായി വരയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഉന്നതി എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ എന്താണ് ഉന്നതി എന്നുള്ളത്? ഓക്കെ, ഉന്നതി എന്ന് പറയുന്നത് ഇവിടെ 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, പാദം 5 സെന്റിമീറ്റർ, ഉന്നതി 10 സെന്റിമീറ്റർ. ഞാൻ വീണ്ടും ഉന്നതി എന്താന്ന് പറയുന്നതിന് കാരണം ചില ചോദ്യങ്ങൾ ട്രിക്കി ആയിട്ട് ചോദിക്കാറുണ്ട്. ഇങ്ങനെ നേരിട്ട് പാദം ഇത്ര, ഉന്നതി എത്ര എന്നിങ്ങനെ ചോദിക്കില്ല. ചില ചോദ്യങ്ങൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം, ട്രിക്കി ആയി ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഒരു ത്രികോണത്തിന്റെ പാദം എന്ത്, ആ ത്രികോണത്തിന്റെ ഉന്നതി എന്ത്, അങ്ങനെയൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ ത്രികോണത്തിന്റെ പാദം 5 സെന്റിമീറ്ററും ഉന്നതി 10 സെന്റിമീറ്ററുമാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിസ്തീർണം എങ്ങനെ കണ്ടുപിടിക്കാം? വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അര ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ഹാഫ് ബി എച്ച് എന്ന് നമ്മൾ പറയും. അര ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഈ ബി എന്ന് പറയുന്നത് എന്താണ്? ബേസ് ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ പാദമാണ്. പാദത്തെയാണ് നമ്മൾ എന്ത് സൂചിപ്പിക്കുന്നത്? ബി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് ആണ്. അതായത് ഉന്നതിയാണ് നമ്മൾ എച്ച് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ വിസ്തീർണം എന്ന് പറയുന്നത് അര ഇൻറ്റു ബി എച്ച്. ഓക്കെ, ഇക്വേഷൻ ഒരിക്കലും മറന്നു പോകരുത്. വളരെ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം അല്ലെ. വിസ്തീർണം എന്ന് പറയുന്ന അര ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ബി എന്ന് പറയുന്നത് എന്താണ്? ബേസ്, അതായത് പാദം. പാദം എത്രയാണ്? 5 സെന്റിമീറ്റർ ഗുണിക്കണം എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ്, അതായത് ഉയരം. ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? 10 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് സുഖമായിട്ട് ചെയ്യാം അല്ലെ. ഓക്കെ, 10 ഇൻറ്റു അര എന്ന് പറയുന്നത് 5, 5 ഇൻറ്റു 5 25 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വിസ്തീർണം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു ത്രികോണത്തിന്റെ പാദവും ഉന്നതിയും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് അര ഇൻറ്റു ബി എച്ച്. ബി എന്ന് പറയുന്ന ബേസ് അല്ലെങ്കിൽ പാദം, എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ്, ഉന്നതി. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എല്ലാവരും ഒന്ന് ഓർത്തു വെച്ചോളൂ. അടുത്തൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. ഒരു ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത് 60 സെന്റിമീറ്ററും അതിന്റെ എതിർമൂലയിൽ നിന്നും ആ വശത്തേക്കുള്ള ലംബ ദൂരം 25 സെന്റിമീറ്ററും ആയാൽ പരപ്പളവ് എത്ര? ഓക്കെ, എന്താണ് ചോദ്യം? ഒരു ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം 60 സെന്റിമീറ്റർ, ആ വശത്തിന്റെ എതിർമൂലയിൽ നിന്നും ആ വശത്തേക്കുള്ള ലംബ ദൂരം എന്ന് പറയുന്നത് 25 സെന്റിമീറ്ററുമായാൽ പരപ്പളവ് എത്ര? എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? പരപ്പളവ്. എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടോ? നമ്മൾ വിസ്തീർണമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, പരപ്പളവ് എന്ന് പറയുന്നതും വിസ്തീർണം എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ചോദ്യപേപ്പറിൽ ചിലപ്പോൾ പരപ്പളവ് എന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ വിസ്തീർണം എന്നായിരിക്കും ചോദിക്കുക. എന്താണോ മനസ്സിലാക്കുക, പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിസ്തീർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മളോട് പരപ്പളവ് എത്ര അല്ലെങ്കിൽ വിസ്തീർണം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ചോദ്യം നമുക്ക് പാദം ഇത്ര, ഉന്നതി ഇത്ര എന്നൊക്കെ പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ടല്ല തന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് പാദം, എന്താണ് ഉന്നതി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ചെയ്യാം.
ശ്രദ്ധിക്കൂ, ഒരു വശത്തിന്റെ നീളം, ഒരു ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം, ഏത് വശം ആയിക്കോട്ടെ, ഞാൻ ഈ വശം എഴുതുന്നു, 60 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നു അതിന്റെ എതിർമൂലയിൽ നിന്നും ആ വശത്തേക്കുള്ള ലംബ ദൂരം എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. നോക്കൂ, അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഉന്നതിയെ അവരൊന്ന് വളച്ചു പറഞ്ഞതാണ്. ആ വശത്തിന്റെ എതിർമൂലയിൽ നിന്നും ആ വശത്തേക്കുള്ള ലംബ ദൂരം, അതായത് ഉന്നതിയാണ് എത്രയെന്ന് പറയുന്നത്, 25 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഉന്നതി കിട്ടി, പാദം കിട്ടി. എങ്കിൽ നമുക്ക് വിസ്തീർണം കണ്ടുപിടിക്കാം അല്ലെ? വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു അര ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ഹാഫ് ബി എച്ച് ആണ് വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഹാഫ് ഇൻറ്റു ബി, ബി എന്ന് പറയുന്നത് എന്താണ്? ബേസ്, പാദം. എത്രയാണ്? 60 സെന്റിമീറ്റർ ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ്, ഉന്നതി. ഉന്നതി എത്രയാണ്? 25 സെന്റിമീറ്റർ. നോക്കൂ, അര ഇൻറ്റു 60 എത്രയാണ്? 30 ആണ്. 30 ഇൻറ്റു 25, ഉത്തരം 750 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വിസ്തീർണം വരുന്നത്. ക്ലിയർ ആണല്ലോ? 750 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഇക്വേഷൻ എന്താണ്? വിസ്തീർണം സമം അര ഇൻറ്റു ബി എച്ച്. ബി ബേസ് ആണ്, എച്ച് എന്താണ്? ഹൈറ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബേസിക് ആയിട്ട് ഒരു ത്രികോണം തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിസ്തീർണം എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ? അര ഇൻറ്റു ബി ഇൻറ്റു എച്ച്, അതായത് അര ഇൻറ്റു പാദം ഇൻറ്റു ഉന്നതി. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓരോരോ ത്രികോണങ്ങൾ. ഞാൻ ക്ലാസ്സിന്റെ ആദ്യം തന്നെ പറഞ്ഞു പല പല ത്രികോണങ്ങളുണ്ട്. മട്ട ത്രികോണമുണ്ട്, സമഭുജ ത്രികോണമുണ്ട്, സമപാർശ്വ ത്രികോണമുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ത്രികോണത്തിന്റെയും പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആണ്. ഓരോ ത്രികോണത്തിന്റെയും പ്രോബ്ലം ചെയ്യുന്നത് വ്യത്യസ്തമാണ്. ഓക്കെ, ഏരിയ കണ്ടുപിടിക്കുന്നതിനൊക്കെ വളരെ ട്രിക്കുകളുണ്ട് ഓരോ ത്രികോണത്തിന്റെ. അപ്പൊ നമുക്ക് അങ്ങനെ പറഞ്ഞു പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് മട്ട ത്രികോണമാണ്, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഓക്കെ, മട്ട ത്രികോണം. ഈ മട്ട ത്രികോണത്തിന്റെ എന്താണ് മട്ട ത്രികോണം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. നല്ല ശ്രദ്ധിച്ചോളൂ. ഒരു കോൺ 90 ഡിഗ്രി ആയ ത്രികോണത്തെയാണ് മട്ട ത്രികോണം എന്ന് പറയുന്നത്. അതായത് ഒരു ത്രികോണത്തിന്റെ ഒരു കോൺ 90 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ആ ത്രികോണത്തെ എന്ത് പറയും? മട്ട ത്രികോണം എന്ന് പറയും. ഓക്കെ, ആ 90 ഡിഗ്രി ഉള്ള കോണിനെ മട്ടകോൺ എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഈ മട്ട ത്രികോണത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. മട്ട ത്രികോണത്തിന്റെ 3 വശങ്ങളെ നമ്മൾ പറയുന്ന പേരുകൾ ശ്രദ്ധിക്കണം. അതായത് മട്ടകോണിന് ഓപ്പോസിറ്റ് എതിർവശത്തുള്ള വശത്തെ കർണം എന്നാണ് പറയുന്നത്. ഓക്കെ, മട്ടകോണിന് എതിർവശത്തുള്ള വശം, മട്ടകോൺ എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രി. ആ 90 ഡിഗ്രിക്ക് എതിർവശമുള്ള കോണിന് എന്താണ് വശത്തിന് എന്താണ് പറയുന്നത്? കർണം എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഓക്കെ, മറ്റു 2 വശങ്ങൾ പാദം എന്നും പാദത്തിന് പെർപെൻഡിക്കുലറായി വരയ്ക്കുന്ന രേഖ ലംബം എന്നുമാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ഒരു മട്ട ത്രികോണത്തിൽ മട്ടകോണിന് എതിർവശത്തുള്ള വശം എന്ന് പറയുന്നത് കർണമായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും ബേസ് പാദം, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന രേഖയാണ് ഏതെന്ന് പറയുന്നത്? ലംബം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? മട്ട ത്രികോണത്തിന്റെ പാദം, ലംബം, കർണം. ഇനി മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാദം, ലംബം, കർണം ഇവ തമ്മിലുള്ള ബന്ധം കുറിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം പൈതഗോറസ് അല്ലെ? പൈതഗോറസ് എന്ന ഗണിത ശാസ്ത്രജ്ഞൻ ഈ 3 കാര്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പൈതഗോറസ് സിദ്ധാന്തം എന്നറിയപ്പെടുന്ന ആ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. ഓക്കെ, വളരെ വളരെ കണക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. പൈതഗോറസ് സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. ഒരു മട്ട ത്രികോണത്തിൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ ആണ്. ഓക്കെ, പാദം എന്താണ്, ലംബം എന്താണ്, കർണം എന്താണെന്ന് മനസ്സിലായി. ഇനി മനസ്സിലാക്കേണ്ട കാര്യം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ ആണ്. ക്ലിയർ ആണല്ലോ? ഒരു മട്ട ത്രികോണത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു മട്ട ത്രികോണത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മട്ട ത്രികോണത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മട്ട ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അര ഇൻറ്റു ബി എച്ച് തന്നെയാണ്. ഓക്കെ,
അര ഇൻറ്റു ഡി എച്ച് തന്നെയാണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അര ഇൻറ്റു ബി എച്ച്. ഓക്കെ, ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലംബമാണ്. ഓക്കെ, ആ ഒരു വ്യത്യാസം മാത്രമാണ്. അവിടെ ഉന്നതി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഒരു നേരെ ഓപ്പോസിറ്റ് കോണിൽ നിന്ന് വരയ്ക്കുന്ന രേഖയായിരുന്നു ഉന്നതി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇവിടെയും, വ്യത്യാസമൊന്നുമില്ല. ഉന്നതി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ലംബമാണ്. അപ്പൊ അര ഇൻറ്റു ബി എച്ച് എന്ന ഇക്വേഷൻ തന്നെയാണ് വിസ്തീർണം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ മട്ടത്രികോണത്തെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഈ പൈതഗോറസ് സിദ്ധാന്തം ഒന്ന് ഓർത്തു വെച്ചോളൂ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് വരുന്ന പ്രോബ്ലം ചെയ്യാം. ശ്രദ്ധിക്കൂ, ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങൾ 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും ആയാൽ കർണത്തിന്റെ നീളം എത്ര? ഓക്കെ, ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങൾ 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും ആയാൽ കർണത്തിന്റെ നീളം എത്ര? ഈ 6 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പാദത്തിന്റെയും ലംബത്തിന്റെയും നീളമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഏതാണ് പാദം ഏതാണ് ലംബം എന്നൊന്നും പറഞ്ഞിട്ടില്ല, അത് നമുക്ക് ആവശ്യമില്ല. 2 വശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു വശം പാദവും മറ്റൊന്ന് ലംബവുമായിരിക്കും. ഓക്കെ, നമുക്ക് കർണത്തിന്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ പൈതഗോറസ് സിദ്ധാന്തമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എന്താണ് പൈതഗോറസ് സിദ്ധാന്തം? കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഓക്കെ, കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഓക്കെ അല്ലേ? ഇവിടെ കർണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അവിടെ നിൽക്കട്ടെ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതിന്റെ 2 വശങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും. അപ്പൊ പാദത്തിന് പകരം 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ, ലംബം എന്ന് പറയുന്നത് 8 ആയിട്ടും എടുത്തു. ശ്രദ്ധിക്കൂ, 6 സ്ക്വയർ എന്ന് പറയുന്നത് 36, 8 സ്ക്വയർ എന്ന് പറയുന്നത് 64. 36 പ്ലസ് 64 100. അതായത് കർണം സ്ക്വയർ എന്ന് പറയുന്നതാണ് 100. അങ്ങനെയെങ്കിൽ കർണം എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് 100 അല്ലെ? കർണം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 100. റൂട്ട് 100 is equal to 10. 10 സെന്റിമീറ്റർ ആണ് കർണം എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. കാരണം എന്താണ്? ആ ഒരു പൈതഗോറിയൻ സിദ്ധാന്തം മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. കർണം സ്ക്വയർ is equal to പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ദെൻ ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഒരു മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെ നീളം 17 സെന്റിമീറ്ററും ലംബത്തിന്റെ നീളം 8 സെന്റിമീറ്ററും ആണെങ്കിൽ പാദത്തിന്റെ നീളം എത്ര? ഓക്കെ, ഒരു മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെ നീളം 17 സെന്റിമീറ്ററും ലംബത്തിന്റെ നീളം 8 സെന്റിമീറ്ററും ആണെങ്കിൽ പാദത്തിന്റെ നീളം എത്ര? ഓക്കെ, നമുക്ക് കർണത്തിന്റെ നീളം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ലംബത്തിന്റെ നീളം തന്നിട്ടുണ്ട്. എങ്കിൽ പാദത്തിന്റെ നീളം എങ്ങനെയാണ്? ഇവിടെ നമുക്ക് പൈതഗോറസ് സിദ്ധാന്തം എടുക്കാം അല്ലെ. അതായത് കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. അപ്പം കർണം സ്ക്വയർ, കർണം എന്ന് പറയുന്നത് എത്രയാണ്? 17 ആണ് അല്ലെ. അപ്പൊ 17 സ്ക്വയർ സമം പാദമാണ് നമുക്ക് അറിയാത്തത്. സോ പാദം സ്ക്വയർ പ്ലസ് ലംബം എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ് അല്ലെ. സോ 8 സ്ക്വയർ. ഓക്കെ, 17 സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പാദം സ്ക്വയർ ആണ്. പാദം സ്ക്വയർ ഈസ് ഈക്വൽ ടു 17 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ. സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, 17 സ്ക്വയർ എന്ന് പറയുന്നത് 289 ആണ്, മൈനസ് 8 സ്ക്വയർ എന്ന് പറയുന്നത് 64. 289 മൈനസ് 64 എന്ന് പറയുന്നത് 225 ആണ്. എന്തുകൊണ്ട് ഇവിടെ മൈനസ് വന്നത് മനസ്സിലായില്ലേ? അതായത് പ്ലസ് 8 സ്ക്വയർ എന്ത് ചെയ്തു? സമത്തിന്റെ ഇപ്പുറത്തേക്ക് പോയപ്പോൾ മൈനസ് 8 സ്ക്വയർ ആയി. അപ്പൊ പാദം സ്ക്വയർ ഈസ് ഈക്വൽ ടു 17 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ. 289 മൈനസ് 64 225. സോ പാദം എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് 225. ആൻസർ എത്രയാണ്? 15 സെന്റിമീറ്റർ ആണ് പാദം വരുന്നത്. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ അല്ലേ? ഒന്നുമില്ല. കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പാദം സ്ക്വയർ ആയിരുന്നു. പാദം സ്ക്വയർ എന്ന് പറയുന്നത് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ ആയിരുന്നു. സോ 17 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ, 289 മൈനസ് 64 225. പാദം സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത്? 225 എന്ന് പറയുന്നത്. സോ പാദം ഈക്വൽ ടു റൂട്ട് ഓഫ് 225, 15 സെന്റിമീറ്റർ ആണ് ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ശ്രദ്ധിക്കൂ, 8 മീറ്റർ നീളമുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ മുകളിൽ എത്തുന്ന രീതിയിൽ ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു. ഓക്കെ, 8 മീറ്റർ നീളമുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ മുകളിൽ എത്തുന്ന രീതിയിൽ ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു.
പോസ്റ്റിന്റെ ചുവട്ടിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെയാണ് ഏണിയുടെ ചുവടെങ്കിൽ ഏണിയുടെ നീളം എത്ര? ഓക്കെ, ചോദ്യം കാണുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയി തോന്നും. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു പടം, അതായത് ആ ചോദ്യത്തിൽ നിന്നും ഒരു പടം വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു പിക്ചർ വരയ്ക്കുക, അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ പൊസിഷൻ ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പടം വരയ്ക്കുക. ശേഷം ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. ശ്രദ്ധിക്കൂ, 8 മീറ്റർ നീളമുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റ് എന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ഇലക്ട്രിക് പോസ്റ്റ് വരച്ചു കൊടുക്കാം അല്ലെ. 8 മീറ്റർ നീളമുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റ്. ഓക്കെ, ഇനി ഈ ഇലക്ട്രിക് പോസ്റ്റില് മുകളിൽ എത്തുന്ന രീതിയിൽ ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബേസ് ഇങ്ങനെയാണ്. അപ്പൊ ഈ മുകളിൽ എത്തുന്ന രീതിയിൽ ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു. അപ്പൊ ഏണി ഇങ്ങനെ ആയിരിക്കുമല്ലോ ചാരി വെച്ചിട്ടുണ്ടാവുക. ഇതാണ് നമ്മുടെ ഏണി എന്ന് പറയുന്നത്. ഏണി ഇങ്ങനെ മുകളിൽ എത്തുന്ന രീതിയിൽ ചാരി വെച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്ന പോസ്റ്റിന്റെ ചുവട്ടിൽ നിന്നും 6 മീറ്റർ അകലെയാണ് ഏണിയുടെ ചുവട്. അതായത് പോസ്റ്റിന്റെ ചുവട് എന്ന് പറയുന്നത് ഇതാണ്, ഏണിയുടെ ചുവട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ പോസ്റ്റിന്റെ ചുവട്ടിൽ നിന്നും 6 മീറ്റർ അകലെയാണ് ഏണിയുടെ ചുവട് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോ, ഒന്നുമില്ല, നമ്മൾ ആ കാര്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചെയ്തു. 8 മീറ്റർ നീളമുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റില് ഒരു ഏണി ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. ഏണി ഈ പോസ്റ്റിന്റെ മുകളിൽ എത്തുന്ന രീതിയിലാണ് ചാരി വെച്ചിട്ടുള്ളത്. പിന്നെ ഏണിയുടെ ചുവട്ടിൽ നിന്നും പോസ്റ്റിന്റെ ചുവട്ടിൽ നിന്നും ഏണിയുടെ ചുവട്ടിലേക്കുള്ള അകലം എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. ഇനി നോക്കൂ, എന്താണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്? ഒരു മട്ട ത്രികോണമാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. ഒരു മട്ട ത്രികോണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏണിയുടെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. ഏണിയുടെ നീളം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ മട്ട ത്രികോണത്തിന്റെ കർണമാണ്. ഓക്കെ, ഏണിയുടെ നീളം എന്ന് പറയുന്നത് ഇവിടെ മട്ട ത്രികോണത്തിന്റെ കർണമാണ്. അപ്പൊ നമുക്ക് കർണം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ പൈതഗോറിയൻ സിദ്ധാന്തം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ക്ലിയർ ആണല്ലോ? കർണം സ്ക്വയർ പ്ലസ് കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇനി നോക്കൂ, പാദം എന്ന് പറയുന്നത് 6 ആണ് അല്ലെ. 6 സ്ക്വയർ പ്ലസ് ലംബം എന്ന് പറയുന്നത് 8 ആണ്. 8 സ്ക്വയർ, അതായത് 36 പ്ലസ് 64 100 ആണ് വരുന്നത്. കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു 100. സോ കർണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? റൂട്ട് ഓഫ് 100. റൂട്ട് 100 ഈസ് ഈക്വൽ ടു 10 മീറ്റർ ആണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ കർണം 10 മീറ്റർ, അതായത് ഏണിയുടെ നീളം എന്ന് പറയുന്നത് 10 മീറ്റർ. ഓക്കെ, ചോദ്യം കാണുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ അതിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ ആ ചോദ്യത്തിൽ നിന്നൊരു പടം വരയ്ക്കുക. പടം വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള ഐഡിയ കിട്ടും. ഓക്കെ ആണല്ലോ? ശരി, നമുക്ക് വേറൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, 9 മീറ്റർ 25 മീറ്റർ വീതം ഉയരമുള്ള 2 കെട്ടിടങ്ങൾ തമ്മിൽ 30 സെന്റിമീറ്റർ അകലമുണ്ട്. ഓക്കെ, അവയുടെ മുകളറ്റം തമ്മിലുള്ള അകലമുണ്ട്. എങ്ങനെയാണ് ചോദ്യം? 9 മീറ്റർ 25 മീറ്റർ വീതം ഉയരമുള്ള 2 കെട്ടിടങ്ങള്, അവ തമ്മിൽ എത്ര അകലമുണ്ട്? 30 മീറ്റർ അകലമാണുള്ളത്. അവയുടെ മുകളറ്റം തമ്മിലുള്ള അകലം എന്ത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയൊക്കെ ചോദ്യം തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിന്റെ ഒന്ന് പിക്ചറൈസ് ചെയ്യുക. ഓക്കെ, ചിത്രം വരച്ചോളാം. ശ്രദ്ധിക്കും, 9 മീറ്റർ 25 മീറ്റർ ഉയരമുള്ള 2 കെട്ടിടങ്ങൾ. അപ്പൊ ആദ്യത്തെ കെട്ടിടം എന്ന് പറയുന്നത് 9 മീറ്റർ ആണ്. ഓക്കെ, ആദ്യത്തെ കെട്ടിടം എന്ന് പറയുന്നത് 9 മീറ്റർ ആണ്. അടുത്ത കെട്ടിടം എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. ഓക്കെ, 9 മീറ്ററും 25 മീറ്റർ ആണ്. അടുത്ത കെട്ടിടം എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. ഓക്കെ, 9 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടം, 25 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടം. ഇനി ഈ കെട്ടിടങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്. ഓക്കെ, ആ കെട്ടിടങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതായിരിക്കും അല്ലെ. ഇതെന്ന് പറയുന്നത് എത്രയാണ്? 30 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അവയുടെ മുകളറ്റം തമ്മിലുള്ള അകലം, മുകളറ്റം എന്ന് പറയുന്നത് ഇതാണ്. സോ മുകളറ്റം തമ്മിലുള്ള അകലം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അവയുടെ മുകളറ്റം തമ്മിലുള്ള അകലമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കൂ, ഈ ഒരു ബിന്ദുവും ഇതും കൂടി ഒന്ന് കൂട്ടി വരയ്ക്കാം. ഓക്കെ, കൂട്ടി വരച്ചപ്പോൾ നമുക്ക് മേലെ ഒരു മട്ട ത്രികോണം കിട്ടി അല്ലെ. ഇതൊരു മട്ട ത്രികോണം നമുക്ക് കിട്ടി അല്ലെ. ഈ മട്ട ത്രികോണത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മട്ട ത്രികോണത്തിന്റെ കർണമാണ് ഇവയുടെ മുകളറ്റം തമ്മിലുള്ള അകലം അല്ലെ. ഇതെന്ന് പറയുന്നത് എന്താണ്? മട്ട ത്രികോണത്തിന്റെ കർണമാണ്. ഓക്കെ, മട്ട ത്രികോണത്തിന്റെ കർണമാണ്. കർണം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? പാദവും വേണം, ലംബവും വേണം. ശ്രദ്ധിക്കൂ, ഇവിടെ 30 മീറ്റർ ആണ് അല്ലെ. ഇത് തന്നെയായിരിക്കുമല്ലോ ഇവിടുത്തെ അകലം എന്ന് പറയുന്നത്. സോ പാദം എന്ന് പറയുന്നത് എത്രയാണ്? 30 മീറ്റർ ആണ്. ഇനി ലംബം,
അതായത് മൊത്തം ഈ കെട്ടിടത്തിന്റെ നീളം എന്ന് പറയുന്നത് 25 മീറ്റർ, ഈ കെട്ടിടത്തിന്റെ നീളം എത്രയാണ്? 9 മീറ്റർ. അപ്പൊ ഈ ഒരു ലംബ ദൂരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 25 മൈനസ് 9, അതായത് 16 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ. അങ്ങനെയെങ്കിൽ നമുക്ക് കർണം എങ്ങനെ കണ്ടുപിടിക്കാം? കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇവിടെ പാദം എന്ന് പറയുന്നത് 30 ആണ്, 30 സ്ക്വയർ പ്ലസ് ലംബം എന്ന് പറയുന്നത് 16 ആണ്, 16 സ്ക്വയർ. 30 സ്ക്വയർ എന്ന് പറയുന്നത് 900 ആണ്, 16 സ്ക്വയർ എന്ന് പറയുന്നത് 256 ആണ്. ഓക്കെ, 900 പ്ലസ് 256. ക്ലിയർ ആണല്ലോ? 900 പ്ലസ് 256 എന്ന് പറയുന്നത് 1156. ഓക്കെ, 1156. Then കർണം is equal to root of 1156. 1156 റൂട്ട് എത്രയാണ്? 34. ക്ലിയർ ആണല്ലോ? 34 മീറ്റർ ആണ് അവയുടെ മുകളറ്റം തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ ചോദ്യത്തെ ഒന്ന് പിക്ചറൈസ് ചെയ്യണം. പിക്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ ഇവിടെ 2 കെട്ടിടം തന്നു, ആ കെട്ടിടം വരച്ചു, അവയുടെ അകലം വരച്ചു, മുകളറ്റം രേഖപ്പെടുത്തിയ ശേഷം നമുക്ക് അവിടെ ഒരു മട്ട ത്രികോണം നമ്മൾ ഫോം ചെയ്തു. അതിനുശേഷം കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ എന്ന പൈത്തഗോറസ് സിദ്ധാന്തം വെച്ചിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ. ഓക്കെ, ഒരു മട്ട ത്രികോണത്തിന്റെ പാദം 20 സെന്റിമീറ്റർ, ലംബം 15 സെന്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്ര? ഓക്കെ, അപ്പൊ മട്ട ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഞാനൊന്ന് ഓവർവ്യൂ മട്ട ത്രികോണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു തന്നായിരുന്നു. മട്ട ത്രികോണത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വിസ്തീർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ തന്നെയാണ്. അതായത് അര ഇൻറ്റു ബി എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അര ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്താണ്? പാദം അല്ലെ, ബേസ് എന്ന് പറയുന്നത് 20 ആണ്, ഗുണിക്കണം ഹൈറ്റ്. ഉന്നതി എന്ന് പറയുന്നത് മട്ട ത്രികോണത്തിന്റെ എന്ത് തന്നെയാണ്? ലംബം എന്ന് പറയുന്നതാണ് ഉന്നതി എന്ന് പറയുന്നത്. ഓക്കെ, മട്ട ത്രികോണത്തിന്റെ ലംബം തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഉന്നതി എന്ന് പറയുന്നത്. സോ ലംബം എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ, ഹൈറ്റ് എന്ന് പറയുന്നത് 15. ശേഷം ചെയ്യൂ, അര ഇൻറ്റു 20 10, 10 ഇൻറ്റു 15 ആൻസർ 15 സെന്റിമീറ്റർ സ്ക്വയർ. വളരെ എളുപ്പമാണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. ഈ മട്ട ത്രികോണത്തിന്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണ്? ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള അതേ ഇക്വേഷൻ തന്നെയാണ്. പിന്നെ വ്യത്യാസം എന്ന് പറയുന്നത് ത്രികോണത്തിന്റെ ഉന്നതി അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? മട്ട ത്രികോണത്തിന്റെ ലംബം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സമഭുജ ത്രികോണത്തെ കുറിച്ച് പഠിക്കാം. ഓക്കെ, നമ്മളിപ്പോ മട്ട ത്രികോണം ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് പഠിക്കാം? സമഭുജ ത്രികോണത്തെ കുറിച്ച് പഠിക്കാം. എന്താണ് സമഭുജ ത്രികോണം? എന്താണ് സമഭുജ ത്രികോണം? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, 3 സൈഡും തുല്യമായ ത്രികോണം, അതായത് 3 വശങ്ങളും തുല്യമായ ത്രികോണം, ഒപ്പം 3 കോണുകളും തുല്യമായിരിക്കും. ഓക്കെ, 3 വശങ്ങളും 3 കോണുകളും തുല്യമായ ത്രികോണമാണ് സമഭുജ ത്രികോണം. 3 കോണുകൾ തുല്യമാണ് എന്ന് പറഞ്ഞാൽ സമഭുജ ത്രികോണത്തിന്റെ ഒരു കോണിന്റെ അളവ് എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഓരോ കോണും 60 ഡിഗ്രി ആയിരിക്കും സമഭുജ ത്രികോണത്തിന്. പിന്നെ സമഭുജ ത്രികോണത്തിന്റെ വശങ്ങൾ എന്ന് പറയുന്നത് തുല്യമായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്? 3 കോണുകളും 3 വശങ്ങളും തുല്യമായിരിക്കും. ഓരോ കോണിന്റെയും അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രിയാണ്. പിന്നെ വശങ്ങൾ തുല്യമായിരിക്കും. ഓക്കെ, ഇനി ഈ സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √3/4 a സ്ക്വയർ. എന്താണ്? √3/4 a സ്ക്വയർ. ഈ എ എന്ന് പറയുന്നത് എന്താണ്? സമഭുജ ത്രികോണത്തിന്റെ ഒരു വശമാണ്. ഓക്കെ, സമഭുജ ത്രികോണത്തിന്റെ ഒരു വശമാണ് എ. അപ്പൊ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം തന്നു കഴിഞ്ഞാൽ അതിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് √3/4 a സ്ക്വയർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ത്രികോണം തന്നത് സമഭുജ ത്രികോണമാണെന്നും അവയുടെ ഉന്നതി എത്രയാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് ഇൻറ്റു ബി എച്ച് വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാം കേട്ടോ. ഒരു വശവും ഉന്നതിയും തന്നിട്ടുണ്ടെങ്കിൽ ഹാഫ് ബി എച്ച് വെച്ച് കണ്ടുപിടിക്കാം. അല്ല, സമഭുജ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം മാത്രമാണ് ചോദ്യത്തിൽ തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ഏതെന്ന് പറയുന്നത്? √3/4 a സ്ക്വയർ. സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് √3/4 a സ്ക്വയർ. എ എന്ന് പറയുന്നത് എന്താണ്? ആ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളമാണ്. ക്ലിയർ ആണല്ലോ? നമുക്ക് ഇതിലെ പ്രോബ്ലം ചെയ്ത് നോക്കാം. 12 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം കണക്കാക്കുക.
എന്താണ് ചോദ്യം? 12 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം കണക്കാക്കുക. അപ്പൊ സമഭുജ ത്രികോണമാണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഒരു വശം 12 സെന്റിമീറ്റർ. അപ്പൊ എല്ലാ വശവും എന്താണ്? 12 സെന്റിമീറ്റർ ആണ്. എങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്നാ പറഞ്ഞത്? സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം തന്നിട്ടുണ്ടെങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √3/4 a സ്ക്വയർ. എന്താണ്? √3/4 a സ്ക്വയർ. മാറിപ്പോരുത് കേട്ടോ, 3, 4 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. √3/4 a സ്ക്വയർ. വിസ്തീർണം സമം √3/4 a സ്ക്വയർ. a എന്ന് പറയുന്നത് എന്താണ്? സമഭുജ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം. a സ്ക്വയർ 12 സ്ക്വയർ. ഓക്കെ, അതായത് √3/4 × 12 ഗുണിക്കണം 12. എങ്ങനെ ചെയ്യാം? 12 4 വെട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 3 12 36. ഉത്തരം എത്രയാണ്? 36√3 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √3/4 a സ്ക്വയർ. വളരെ സിമ്പിൾ ആണ്. ഇക്വേഷൻ അറിയെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. ഓക്കെ, ഇനി നോക്കൂ, ഒരു വ്യത്യസ്തമായ ചോദ്യമാണ്. 400√3 സെന്റിമീറ്റർ സ്ക്വയർ വിസ്തീർണമുള്ള സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് എത്ര? എങ്ങനെയാണ് ചോദ്യം? 400√3 സെന്റിമീറ്റർ സ്ക്വയർ വിസ്തീർണമുള്ള സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് എത്ര? നമുക്ക് വിസ്തീർണം തന്നിട്ടുണ്ട്, ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ചുറ്റളവ് എന്ന് ഞാൻ ക്ലാസ്സിന്റെ ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഒരു ത്രികോണം വരച്ചു കഴിഞ്ഞാൽ അതിന് 3 സൈഡ്സ് ഉണ്ട് അല്ലെ, 3 വശങ്ങളുണ്ട്. ആ 3 വശങ്ങൾ തമ്മിൽ കൂട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ചുറ്റളവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ചതുരമാണെന്നുണ്ടെങ്കിൽ അതിന്റെ 4 വശങ്ങൾ തമ്മിൽ കൂട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ചുറ്റളവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു വൃത്തമാണ് എന്നുണ്ടെങ്കിൽ ആ വൃത്തത്തിന്റെ ഈ ഒരു പോർഷൻ അത് എത്രയാണോ ആ അളവാണ് എന്തെന്ന് പറയുന്നത്? ചുറ്റളവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്നു 400√3 സെന്റിമീറ്റർ സ്ക്വയർ വിസ്തീർണമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 400√3 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വശത്തിന്റെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റളവ് കണ്ടുപിടിക്കാം അല്ലെ. ഒരു വശത്തിന്റെ അളവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റളവ് കണ്ടുപിടിക്കാം. ഇപ്പൊ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മറ്റേ 2 വശങ്ങളും എന്തെന്നെയായിരിക്കും? a തന്നെയായിരിക്കും. സമഭുജ ത്രികോണമാണല്ലോ. അപ്പൊ അത് 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ചുറ്റളവ് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് വശമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് വിസ്തീർണമാണ് തന്നിട്ടുള്ളത്. വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? √3/4 a സ്ക്വയർ ആണ് സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. വിസ്തീർണം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 400√3 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് എഴുതാം. √3/4 a സ്ക്വയർ = 400√3. ഇനി നമുക്ക് ഇതിൽ നിന്ന് a കണ്ടുപിടിക്കാം അല്ലെ, അതായത് സമഭുജ ത്രികോണത്തിന്റെ വശം നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുള്ളൂ. √3യും ക്യാൻസൽ ആയി. അതായത് 1/4 a സ്ക്വയർ സമം 400. a സ്ക്വയർ എന്ന് പറയുന്നത് 400 ഗുണിക്കണം 4. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. ഞാൻ ഇതൊക്കെ പെട്ടെന്ന് പറയാം. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ എങ്ങനെ ഭിന്നസംഖ്യനെ ഗുണിക്കണം, എങ്ങനെ സംഖ്യകൾ, എങ്ങനെ സമവാക്യം ലഘൂകരിക്കണം എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ മാത്സ് ക്ലാസ്സുകൾ, കാരണം ഞാനൊരു ഓർഡറിലാണ് മാത്സ് ക്ലാസ് ഇട്ട് വരുന്നത്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ പഠിച്ച് വരുന്നതുകൊണ്ട് ഞാൻ അതാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ നിങ്ങൾ ആ മറ്റു ക്ലാസ്സുകളൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഭിന്നസംഖ്യയുടെ ക്ലാസ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും സംശയം ഉണ്ടാവില്ല. ഓക്കെ, ശ്രദ്ധിക്കും. അപ്പം √3യും ക്യാൻസൽ ആയി. 1/4 a സ്ക്വയർ = 400. a സ്ക്വയർ സമം 400 ഗുണിക്കണം 4. a എന്ന് പറയുന്നത് എന്താണ്? √400 ഗുണിക്കണം 4. 400ന്റെ റൂട്ട് എന്ന് പറയുന്നത് 20 ആണ്. 4ന്റെ റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. 2 ഗുണിക്കണം 20 എന്ന് പറയുന്നത് 40 ആണ്. ക്ലിയർ ആണല്ലോ? ഇത് നമുക്ക് 400നെ 4 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടിയ? 1600 കിട്ടും അല്ലെ. √1600 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 40 തന്നെയാണ്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഗുണിക്കാതെ തന്നെ നേരിട്ട് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ 40 ആണ് ഒരു വശത്തിന്റെ നീളം. അങ്ങനെയാണെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്? സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? a ആണ് അല്ലെ. 3 സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്. 3 സൈഡ് എന്ന് പറയുന്നത് 40 + 40 + 40 എത്രയാണ്? 120 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് നമുക്ക് എത്ര കിട്ടി? 120 ആണ്. ഓക്കെ, ഇത് നമുക്ക് ഞാനിവിടെ a എന്ന് എഴുതിയില്ല, നമുക്ക് 3a എന്നും കൂടി എടുക്കാം കേട്ടോ. സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്? 3a ആണ്. ഒരു വശം a ആണെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്? 3a ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ചെയ്തത്? നമ്മള്
വിസ്തീർണം നമുക്ക് തന്നിട്ടുണ്ട്, നമ്മുടെ ഇക്വേഷൻ ഇട്ട് കൊടുത്തു, അതിൽ നിന്ന് നമ്മൾ ഒരു വശത്തിന്റെ നീളം കണ്ടുപിടിച്ചു, ശേഷം ചുറ്റളവ് കണ്ടുപിടിച്ചു. ക്ലിയർ ആണല്ലോ? ഓക്കെ. കാണുമ്പോൾ ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് എന്ന് തോന്നും, പക്ഷെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അടുത്ത ചോദ്യം, ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം 10 സെന്റിമീറ്റർ ആയാൽ ഉന്നതി എത്ര? ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം 10 സെന്റിമീറ്റർ ആയിരുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉന്നതി. അപ്പൊ നമുക്ക് ഒരു സമഭുജ ത്രികോണം, അതിന്റെ ഒരു വശത്തിന്റെ നീളം 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ഉന്നതിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഉന്നതിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സമഭുജ ത്രികോണത്തിന്റെ ഉന്നതി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, √3/2a. ഓക്കെ, സമഭുജ ത്രികോണത്തിന്റെ ഉന്നതി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? √3/2a. a എന്ന് പറയുന്നത് ആ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശമാണ്. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തു വെച്ചോളൂ. സമഭുജ ത്രികോണത്തിന്റെ ഉന്നതി, മറ്റേ ഇക്വേഷനിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം കേട്ടോ. ഉന്നതി എന്ന് പറയുന്നത് √3/2a. നോക്കൂ, √3/2 a എന്ന് പറയുന്നത് എത്രയാണ്? 10 അല്ലേ? സോ 10/2 5. ഉത്തരം എത്രയാണ്? 5√3. ഓക്കെ, 5√3 സെന്റിമീറ്റർ ആണ് ഉന്നതി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അപ്പൊ എന്താണ്? ഒരു സമഭുജ ത്രികോണത്തിന്റെ ഉന്നതി കണക്കാക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √3/2a ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചോളൂ. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമപാർശ്വ ത്രികോണമാണ്. ഓക്കെ, എന്താണ് സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണത്തെയാണ് സമപാർശ്വ ത്രികോണം. ഇപ്പൊ ഈ സൈഡ് എ, ഈ സൈഡ് എ, രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. ഓക്കെ, ഇവിടെ ഈ ഒരു ത്രികോണം നോക്കൂ, രണ്ട് വശങ്ങൾ തുല്യമാണ്, മൂന്നാമത്തെ വശം വ്യത്യാസമാണ്. അങ്ങനെ രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണത്തെയാണ് സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സമപാർശ്വ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇതിങ്ങനെ കൂടുതലായിട്ട് PSC ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിലും ഒന്ന് ഈ ഒരു ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. സമപാർശ്വ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് b/4 √4a² - b². എങ്ങനെയാണ്? b/4 √4a² - b². ഓക്കെ, a എന്ന് പറയുന്നത് തുല്യമായ രണ്ട് വശങ്ങളാണ്, b എന്ന് പറയുന്നത് തുല്യമല്ലാത്ത വശമാണ്. ഈ ഒരു ഇക്വേഷൻ ആണ് സമപാർശ്വ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ സമപാർശ്വ ത്രികോണം അങ്ങനെ PSC ചോദിക്കാറുള്ള വിസ്തീർണം, എന്നാൽ PSC ചോദിക്കുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത് സമപാർശ്വ മട്ട ത്രികോണം. എന്താണ് സമപാർശ്വ മട്ട ത്രികോണം? എന്താണ് സമപാർശ്വ മട്ട ത്രികോണം എന്ന് പറയുന്നത്? ഒരു മട്ട ത്രികോണം, അതിന്റെ കർണം മാത്രം വ്യത്യാസവും മറ്റ് രണ്ട് വശങ്ങൾ തുല്യവുമായിരിക്കും. ഓക്കെ, എന്താണ് സമപാർശ്വ മട്ട ത്രികോണം? കർണം വ്യത്യാസമായിരിക്കും, മറ്റ് രണ്ട് വശങ്ങൾ, അതായത് ലംബവും പാദവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതിനെയാണ് നമ്മൾ സമപാർശ്വ മട്ട ത്രികോണം. ഓക്കെ, ഇനി സമപാർശ്വ മട്ട ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്, a²/2. ഓക്കെ, സമപാർശ്വ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? a²/2. a എന്ന് പറയുന്നത് ആ സമപാർശ്വ മട്ട ത്രികോണത്തിലെ തുല്യമായ വശത്തിന്റെ നീളമാണ് a എന്ന് പറയുന്നത്. വിസ്തീർണം a²/2. ഓക്കെ, സമപാർശ്വ മട്ട ത്രികോണം. അപ്പൊ സമപാർശ്വ ത്രികോണം എന്താണെന്ന് മനസ്സിലായില്ലേ? രണ്ട് വശങ്ങൾ തുല്യമായിട്ടുള്ളതിനെയാണ് സമപാർശ്വ ത്രികോണം. അതിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്. ഇക്വേഷൻ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു തന്നു എന്നുള്ളൂ, PSC ഇതുവരെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാൽ സമപാർശ്വ മട്ട ത്രികോണം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, വിസ്തീർണം എന്ന് പറയുന്നത് a²/2 ആണ് സമപാർശ്വ മട്ട ത്രികോണത്തിന്റെ. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്കിനി പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു സമപാർശ്വ മട്ട ത്രികോണത്തിന്റെ പാദം 4 സെന്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്ര? എന്താ ചോദ്യം? ഒരു സമപാർശ്വ മട്ട ത്രികോണത്തിന്റെ പാദം 4 സെന്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്ര? നോക്കൂ, ഞാനൊരു സമപാർശ്വ മട്ട ത്രികോണമാണ് വരച്ചിരിക്കുന്നത്. എന്താണ് പ്രത്യേകത? അവയുടെ പാദവും ലംബവും തുല്യമായിരിക്കും അല്ലെ? പാദം എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. നമുക്ക് കർണം അറിയില്ല. ഓക്കെ, പാദവും ലംബവും എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 4 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വിസ്തീർണം. ഓക്കെ, അപ്പൊ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തായിരുന്നു? a²/2 ആയിരുന്നു. സമപാർശ്വ മട്ട ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? a²/2 ആണ്. a എന്ന് പറയുന്നത് എന്താണ്? പാദം ഓർ
ഒരു ലംബം സമപാർശ്വ മട്ടത്രികോണത്തിന് തുല്യമായ വശങ്ങളിൽ ഏതെങ്കിലും ഒരു വശം, അതാണ് എ എന്ന് പറയുന്നത്. സോ ഇവിടെ എ എന്ന് പറയുന്നത് എത്രയാണ്? 4 സ്ക്വയർ ബൈ 2. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16, 16 ബൈ 2 ആൻസർ എത്രയാണ്? 8 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വിസ്തീർണം വരുന്നത്. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആണ്. ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്താൽ മതി. സമപാർശ്വ മട്ടത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് a²/2 ആണ്. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കൂ, വളരെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ശരിക്കും സിമ്പിൾ ആണ്, പക്ഷെ എന്താ പറയുക, പരീക്ഷയ്ക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ശ്രദ്ധിക്കൂ, ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം 3, 4, 5 സെന്റിമീറ്റർ. ഓക്കെ, ഒരു വശത്തിന്റെ നീളം 3 സെന്റിമീറ്റർ, മറ്റേ വശത്തിന്റെ നീളം 4, മൂന്നാമത്തെ വശത്തിന്റെ നീളം 5 സെന്റിമീറ്റർ ആണെങ്കിൽ ആ ത്രികോണത്തിന്റെ വിസ്തീർണം എത്രയാണ്? ഓക്കെ, അപ്പൊ ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളും വ്യത്യസ്തമാണ്. ഓക്കെ, ത്രികോണത്തിന്റെ 3 വശങ്ങളും വ്യത്യസ്തമാണ്. 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ അങ്ങനെയുള്ള ഒരു ത്രികോണമാണ്. അപ്പൊ നമ്മൾ ഇത്ര നേരം സമപാർശ്വ ത്രികോണം, സമഭുജ ത്രികോണം അങ്ങനെയൊക്കെ പഠിച്ചല്ലേ? ഓക്കെ, ഇത്തരം ത്രികോണങ്ങളെ, അതായത് 3 വശവും വ്യത്യസ്ത അളവിലുള്ള ത്രികോണത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വിഷമഭുജ ത്രികോണം എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ്? വിഷമഭുജ ത്രികോണം. 3 വശങ്ങളും തുല്യമല്ലാത്ത ത്രികോണങ്ങളെ എന്ത് പറയുന്നു? വിഷമഭുജ ത്രികോണം. അല്ലെങ്കിൽ 3 വശങ്ങളും വ്യത്യസ്തമാണ് എന്നുണ്ടെങ്കിൽ എന്ത് പറയാം? വിഷമഭുജ ത്രികോണം എന്ന് പറയും. ഓക്കെ, ഇനി വിഷമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, വിഷമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √s into s minus a into s minus b into s minus c. ഓക്കെ, വിഷമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് √s minus a into s minus b into s minus c. ഓക്കെ, കാണുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട് അല്ലെ? s എന്ന് പറയുന്നത് a plus b plus c all divided by 2 ആണ്. ഓക്കെ, ഇനി a എന്താ, b എന്താ, c എന്താ? ആ ത്രികോണത്തിന്റെ 3 വശങ്ങളാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ 3 വശങ്ങൾ വ്യത്യാസമായിരിക്കുന്നു. അപ്പോൾ ഓരോരോ വശങ്ങളാണ് എ ബി സി എന്ന അക്ഷരം കൊണ്ട് ഡെനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എസ് എന്ന് പറയുന്നത് a+b+c/2 ആണ്. ഓക്കെ, നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഒക്കെ ഉണ്ടാവും. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ അതങ്ങോട്ട് മനസ്സിലായി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം 3, 4, 5 സെന്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അതായത് എ എന്ന് പറയുന്ന 3, ബി എന്ന് പറയുന്ന 4, സി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ. 3 വശങ്ങൾക്ക് ഞാൻ എ ബി സി എന്ന് കൊടുത്തു. ഓക്കെ, എ എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ, ബി എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ, സി എന്ന് പറയുന്നത് എന്താണ്? 5 സെന്റിമീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? എസ് കണ്ടുപിടിക്കുന്നു അല്ലെ? എസ് എന്ന് പറയുന്നത് a+b+c/2. a+b+c/2. 3+4+5 all by 2. 4 3 7 7 5 12 12/2 ആൻസർ എത്ര വരുന്നു? 6. എസിന്റെ വാല്യൂ എത്ര കിട്ടി? 6. ഇനി നമുക്ക് വിസ്തീർണം കണ്ടുപിടിക്കാം അല്ലെ? √s into s minus a into s minus b into s minus c. s എന്ന് പറയുന്ന 6, 6 ഗുണിക്കണം s minus a. 6 minus a എത്രയാണ്? 3 ആണ് അല്ലെ? ഗുണിക്കണം s minus b. 6 minus b എന്ന് പറയുന്നത് എത്രയാണ്? 4 ഗുണിക്കണം s minus c. 6 minus c എന്ന് പറയുന്നത് എത്രയാണ്? 5. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? എന്താണ് നമ്മൾ ചെയ്തത്? എസിന്റെ വാല്യൂ കിട്ടി, എന്നിട്ടത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ശ്രദ്ധിക്കൂ, √6 ഗുണിക്കണം 6 - 3 3, 6 - 4 4, സോറി 2 അല്ലെ? 6 - 4 എന്ന് പറയുന്നത് 2 ഗുണിക്കണം 6 - 5 1. ഓക്കെ അല്ലേ? ഇനി ചെയ്യൂ, 6 × 3 18, 18 × 2 36. √36 6. 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടോ? തോന്നേണ്ട ഒരു ആവശ്യമില്ല. വിഷമഭുജ ത്രികോണം, അതായത് 3 വശങ്ങളും വ്യത്യസ്തമായ ത്രികോണത്തെയാണ് വിഷമഭുജ ത്രികോണം എന്ന് പറയുന്നത്. വിഷമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് √s into s minus a into s minus b into s minus c. എസ് എന്ന് പറയുന്നത് a+b+c ഡിവൈഡഡ് ബൈ 2. ഓക്കെ, എ ബി സി എന്ന് പറയുന്നത് ആ വിഷമഭുജ ത്രികോണത്തിലെ വശങ്ങളുടെ നീളമാണ്. ഓക്കെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എ ബി സി എത്രയാണ് നമ്മുടെ ചോദ്യത്തില്? 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. ഫസ്റ്റ് എന്ത് ചെയ്തു? എസിന്റെ വില കണ്ടുപിടിച്ചു. 3 + 4 + 5/2, 12/2 6 കിട്ടി. നമ്മൾ വിസ്തീർണത്തിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
എസ് ഇൻറ്റു എസ് മൈനസ് എ. എസ് എന്ന് പറയുന്ന 6, എസ് മൈനസ് എ 6 മൈനസ് 3, എസ് മൈനസ് ബി 6 മൈനസ് 4, എസ് മൈനസ് സി 6 മൈനസ് 5. ശേഷം 6 ഗുണിക്കണം 6 മൈനസ് 3 3, 6 മൈനസ് 4 2, 6 മൈനസ് 5 1. 36 റൂട്ട് 36 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ വിഷമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്തു നോക്കാം. ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം 21, 17, 10 എന്നിങ്ങനെ ആയാൽ വീതമാണെങ്കിൽ ആ ത്രികോണത്തിന്റെ വിസ്തീർണം എത്ര? ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ ചോദ്യം പോലെ തന്നെ വിഷമഭുജ ത്രികോണമാണ്. കാരണം എന്താണ്? എല്ലാ വശങ്ങളും വ്യത്യസ്തമാണ്. വിസ്തീർണം എങ്ങനെ കണ്ടുപിടിക്കാം? വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എ എന്ന് പറയുന്നത് 21 ആണ്, ബി എന്ന് പറയുന്നത് 17 ആണ്, സി എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, നമ്മുടെ 3 വശങ്ങളാണ് നമ്മൾ എ ബി സി എന്നിങ്ങനെ എഴുതിയത്. അപ്പൊ നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? എസിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എസ് എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. ഓക്കെ, എ 21 പ്ലസ് 17 പ്ലസ് 10 ബൈ 2. 21 പ്ലസ് 17 പ്ലസ് 10 എത്രയാണ്? 48. 48 ബൈ 2 24. എസിന്റെ വാല്യൂ എത്ര കിട്ടി? 24 ആണെന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് കൊടുക്കാം അല്ലെ. റൂട്ട് ഓഫ് എസ് ഇൻറ്റു, അതായത് 24 ഗുണിക്കണം എസ് മൈനസ് എ 24 മൈനസ് 21 ഗുണിക്കണം എസ് മൈനസ് ബി 24 മൈനസ് 17 ഗുണിക്കണം എസ് മൈനസ് സി 24 മൈനസ് 10. ഓക്കെ ആണല്ലോ? എങ്ങനെയാണ്? 24 ഗുണിക്കണം 24 മൈനസ് 1, 24 മൈനസ് 17, 24 മൈനസ് 10. ശ്രദ്ധിക്കൂ, റൂട്ട് ഓഫ് 24 ഗുണിക്കണം 24 മൈനസ് 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3 ആണ് അല്ലെ. ഇനി നോക്കൂ, 24 മൈനസ് 17 എന്ന് പറഞ്ഞാൽ 7 ഗുണിക്കണം 24 മൈനസ് 10 14. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഗുണിച്ച് റൂട്ട് കണ്ടുപിടിക്കാം. അതിലും എളുപ്പ വഴിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിനെയൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്കാം. നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടി ഗുണിച്ച് അതിന്റെ റൂട്ട് കണ്ടുപിടിക്കാം. ഞാൻ കുറച്ച് എളുപ്പ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെ ചെയ്യാന്ന് വെച്ചാല് 24 നമുക്ക് എങ്ങനെ എഴുതാം? 3 ഗുണിക്കണം 8 എന്ന് എഴുതിക്കൂടെ? 3 8 24 ഗുണിക്കണം 3 ഗുണിക്കണം 7 ഗുണിക്കണം 14 എങ്ങനെ എഴുതാം? 2 ഗുണിക്കണം 7 എന്ന് എഴുതിക്കൂടെ? സംശയമൊന്നുമില്ലല്ലോ. ഇനി നോക്കൂ, ഞാൻ ഒന്നുകൂടി ഇതിനെ മാറ്റിയാണ്. 3 ഗുണിക്കണം 8 എങ്ങനെ എഴുതാം? 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 എന്ന് എഴുതിക്കൂടെ? 2 2 4 2 4 8 ഗുണിക്കണം 3 ഗുണിക്കണം 7 ഗുണിക്കണം 2 ഗുണിക്കണം 7. ഇനി ഇതിന്റെ റൂട്ട് ഒന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. നോക്കൂ, 3 ഗുണിക്കണം 3 അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും അല്ലെ. കാരണം 3 സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? 3. ഇനി നോക്കൂ, ഈ 2 ഗുണിക്കണം 2 എന്നതിന്റെ റൂട്ട് എന്താണ്? 2 ആണ്. അതുപോലെ ഇവിടെ ഒരു 2 ഗുണം 2 ഉണ്ട്, അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. നോക്കൂ, 7 7 അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് 7 ആണ്. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. ഇതെല്ലാം ഗുണിച്ച് കണ്ടുപിടിക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇങ്ങനെ ഒഴിവാക്കി കിട്ടും. സോ എന്താണ്? 2 3 6 2 6 12 12 ഗുണിക്കണം 7 എന്ന് പറയുന്നത് 84 ആണ് ആൻസർ വരുന്നത്. 84 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ, ഈ നമ്മുടെ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഒന്നുമില്ല. കാരണം നമുക്ക് ആ റൂട്ട് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ സംഖ്യകളെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേ ഉള്ളൂ. ഓക്കെ, റൂട്ടിന്റെ ഉള്ളിൽ 2 സംഖ്യകൾ ഒരേപോലത്തെ ഗുണനം വന്നു കഴിഞ്ഞാൽ എന്താണ്? ആ സംഖ്യ തന്നെയാണ് അതിന്റെ റൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇക്വേഷൻ എന്താണ്? വിഷമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഓക്കെ അല്ലേ? എ ബി സി എന്ന് പറയുന്നത് ആ വിഷമഭുജ ത്രികോണത്തിലെ വശങ്ങളാണ്. എസ് എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. അപ്പൊ ഈ ഇക്വേഷനും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ബഹുഭുജങ്ങൾ എന്ന മേഖലയിലെ ത്രികോണം എന്നതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. മട്ട ത്രികോണം, സമഭുജ ത്രികോണം, സമപാർശ്വ ത്രികോണം, വിഷമഭുജ ത്രികോണം, എല്ലാ ത്രികോണങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രികോണം എന്ന മേഖലയിൽ നിന്ന് ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും, അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതുവഴി ചോദിക്കാം. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിട്ടാണെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.